കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. എൻ.ഡി.എ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ കേരളത്തിലെ മന്ത്രിയായ കൃഷ്ണൻകുട്ടിയുടേതടക്കം പടം വച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റർ പ്രചരിച്ചിരുന്നു. ആ വിഷയത്തിൽ വിശദീകരണവുമായി കൃഷ്ണൻകുട്ടി ഇപ്പോൾ വരികയാണ്. എന്താണ് അങ്ങനെ ഒരു പോസ്റ്റർ പ്രചരിക്കാനുള്ള സാഹചര്യം, എന്താണത്? അതിൽ മാതൃഭൂമിയിൽ തന്നെ എഴുതിയതിൽ തന്നെ വാർത്തയിൽ താഴെ അതിൻ്റെ മറുപടിയുണ്ട്. ഇനി അതിൽ കൂടുതൽ പറയാനുണ്ടോ? ഞങ്ങൾ ജെ ഡി എസുമായിട്ടുള്ള ബന്ധം ബി ജെ പിയുമായി ധാരണയുണ്ടായപ്പോൾ ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഞങ്ങൾ ആ ബന്ധം വിച്ഛേദിച്ചു. ഞങ്ങൾ അവരായിട്ടുള്ള ബന്ധമില്ല എന്ന് പറഞ്ഞ് വിച്ഛേദിച്ചു. കേരള കോൺഗ്രസും പിരിഞ്ഞില്ലേ? കോൺഗ്രസ് ഇപ്പോൾ കേരള കോൺഗ്രസിന് രണ്ടായി പിരിഞ്ഞില്ലേ? എൻ സി പി രണ്ടായി പിരിഞ്ഞില്ലേ? അതുപോലെ ഞങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്കതിലെന്താ ബന്ധം? അത് ഫേക്കാണെന്നുള്ളൊരു ആരോപണം, അതാരോ കൃത്രിമമായി ഉണ്ടാക്കി എന്നുള്ളത് വരെയുണ്ട്. അവർ തന്നെ നിഷേധിച്ചു എന്ന് മാതൃഭൂമി തന്നെ പറയുന്നുണ്ട്. ഫേക്കാണ് ഈ ഒരു പോസ്റ്റർ. അതെ, അതാണ് അവർ തന്നെ പറയണം. അവർ ചെയ്യാത്തതിന് അവരെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. ഇന്ത്യ തന്നെ എൻ്റെ തന്നെ. അപ്പോൾ പിന്നെ നമുക്കെന്താ അതിൽ പറയാനുള്ളത്? സ്വാഭാവികമായിട്ട് ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണല്ലോ. കാരണം കർണാടക വെച്ചാൽ അവരുടെ ഈ ജനശ്രദ്ധ തിരിച്ചുവിടണം. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് എന്താ വെച്ചത്, അവർ ഇലക്ട്രൽ ബോണ്ടിലുള്ള പൗരത്വ നിയമത്തിൽ അവരുടെ അഴകുഴപ്പ നിയമം, ഇതൊക്കെ തിരിച്ചുവിടണമെങ്കിൽ എന്ത് വേണം? മറ്റ് ശ്രദ്ധ വേറൊന്നിലേക്ക് കൊണ്ടുവരണം. ഇതാണ് അവരുടെ ഉള്ളിൽ ഉദ്ദേശം. ചർച്ച അതിൽ മാറ്റണം. നിങ്ങളുടെ ചർച്ചയൊക്കെ അതിലാവുമല്ലോ, ഇതൊക്കെ മാറുമല്ലോ. ഇതാണ് അതിൻ്റെ പൊസിഷൻ. ബി ജെ പിക്കാർ തന്നെയാണോ അങ്ങനെ ഒരു വ്യാജ പോസ്റ്റർ ഉണ്ടാക്കുക? ആരാണെന്ന് എനിക്കറിയില്ല. അത് നമുക്ക് ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട്. പരാതി കൊടുക്കുന്നുണ്ട്. ഇന്ന് പ്രസിഡന്റ് കൊടുക്കും. അപ്പോൾ അത് പഴയ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതിൽ ചെയ്തിരിക്കുന്നതാണ്. അല്ലാണ്ട് ഞങ്ങളുടെ ഫോട്ടോ വെച്ച് അവിടെ വോട്ട് പിടിക്കേണ്ട ഒരാവശ്യം എന്താ ഉള്ളത്? ഇല്ലല്ലോ. അതാണ് അതിലുള്ളത്. അതിൽ തന്നെ മാതൃഭൂമി തന്നെ എഴുതിയിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു അവർ ഇല്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ അത് കൃത്രിമമാണെന്നുള്ളതായല്ലേ. ഫോട്ടോ ഏതാണ്? പഴയ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം. അത് സെക്രട്ടറി ഇതാണ് പോസ്റ്റർ. ഇതാണ് ഒറിജിനൽ പോസ്റ്റർ. ഈ പോസ്റ്ററിൽ മന്ത്രിയുടെയോ സംസ്ഥാന പ്രസിഡന്റിൻ്റെയോ ഫോട്ടോ ഇല്ല. ഇതാണ് ഒറിജിനൽ പോസ്റ്റർ. ഈ ഒറിജിനൽ പോസ്റ്ററിനെ പാർട്ടിയുടെ തന്നെ ജില്ലാ സമ്മേളനത്തിന് നമ്മൾ ഇറക്കിയൊരു പോസ്റ്ററുണ്ട്. ആ പോസ്റ്ററുമായി ചേർത്തിട്ടാണ് ബാംഗ്ലൂരിൽ പ്രചരിക്കുന്ന പോസ്റ്റർ. ബാംഗ്ലൂരിൽ നിന്നല്ല, ബാംഗ്ലൂരിലൊന്നും ഇത് പ്രചരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സോഷ്യൽ മീഡിയയിൽ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഈ പോസ്റ്റർ പ്രചരിപ്പിച്ചു. അതാണ് വസ്തുത. ഇത് ബാംഗ്ലൂരിൽ ഇങ്ങനെ ഒരു വാർത്തയുണ്ടോ, ഇങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഇവിടെ പ്രചരിച്ചത് കേരളത്തിലെ ചില സോഷ്യൽ മീഡിയകളിലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലുമാണ് ഇത് പ്രചരിച്ചത്. ഇത് പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിന് തയ്യാറാക്കിയ പോസ്റ്ററാണ്. ഈ പോസ്റ്ററിനെ കൃത്യമായിട്ട് ഇത് 2022 പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ഉണ്ടാക്കിയ പോസ്റ്ററിൻ്റെ ഭാഗമാണ്. ഇത് വ്യാജമായി നിർമ്മിച്ച ആൾ ആ പോസ്റ്റർ, നേരത്തെ ഒറിജിനൽ പോസ്റ്റർ കണ്ടാൽ നിങ്ങൾക്കറിയാം, ദേവഗൗഡ നിൽക്കുന്ന ഒരു പടവും സ്ഥാനാർത്ഥിയുടെ പടവുമാണ് അവിടെയുള്ളത്. ആ സ്ഥലത്ത് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ദേവഗൗഡ നിൽക്കുന്ന പടത്തിൻ്റെ കൂട്ടത്തിൽ ദേവഗൗഡ ഒരു ചെറിയ തല വെക്കേണ്ട പോസ്റ്ററിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഈ മൂന്നാളും കൂടി നിൽക്കുന്ന ഈ പോസ്റ്ററിനെ അതേപടി എടുത്ത് കട്ട് ചെയ്ത് അതിലിട്ടിരിക്കുകയാണ്. അത് തയ്യാറാക്കിയ ആളുകൾ അത്ര അങ്ങോട്ട് വലിയ എക്സ്പേർട്സ് അല്ല അത് തയ്യാറാക്കിയത്. എക്സ്പേർട്സിനെ തയ്യാറാക്കാനാണ് ഇപ്പോൾ മന്ത്രിയുടെയോ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെയോ പടം ഇതിനോട് ചേർത്തൊരു പോസ്റ്റർ അടിക്കണം എന്നാണെങ്കിൽ, യഥാർത്ഥത്തിൽ അടിക്കണം എന്നുള്ളതാണെങ്കിൽ ഇവരുടെ പടം ഗൂഗിളിൽ എവിടെ സെർച്ച് ചെയ്താലും ഒറിജിനൽ നല്ല പടം കിട്ടും. ആ പടം എടുത്ത് വെക്കാം. ഇതങ്ങനെയല്ല. നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒരു പോസ്റ്ററിൻ്റെ പാർട്ട് കട്ട് ചെയ്തെടുത്ത് ആ പോസ്റ്ററിൽ അഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ സ്ഥാനാർത്ഥിയുടെ മേലെയാണ് വെച്ചിരിക്കുന്നത്. ഒരു ക്ലിയറായിട്ടൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തതല്ല എന്നത് കണ്ടാൽ തന്നെ അറിയാം അത് വ്യാജമാണ് എന്നുള്ളത് അറിയാം. അത് ചില സോഷ്യൽ മീഡിയകളിൽ അത് പ്രചരിച്ച് വരുന്നുണ്ട്. അത് എവിടെ നിന്നാണ് അതിൻ്റെ ഉറവിടം വരുന്നത് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ചില സൂചനകളുണ്ട്. അത് വെച്ചിട്ട് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് ബന്ധപ്പെട്ട IT വകുപ്പ് അനുസരിച്ചിട്ടുള്ളൊരു പരാതി നമ്മൾ കൊടുക്കും. ഈ ഒരു പോസ്റ്റർ വ്യാജമാണെന്നാണ് പറയുന്നത്. അതിന് തന്നെ ആ ഒരു കാര്യത്തിൽ നിയമ നടപടിയുമായി ഏതായാലും മുന്നോട്ട് പോകും. AV മുകേഷിനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.